ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് ഫ്രൈഡേയുടെ എനർജി എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. Thank you. Hello pile number 1, welcome to your reading. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേയുടെ എനർജി എന്താണെന്ന്. നവംബർ 29th ഫ്രൈഡേയുടെ എനർജി എന്താണ്? പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. പൈൽ നമ്പർ 1, Two of Swords, Four of Pentacles in the energy, Eight of Pentacles. ഒത്തിരി ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒത്തിരി പോസിറ്റീവ് എനർജി ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ ഹാർട്ട് സ്പേസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പാസ്റ്റിലെ എന്തെങ്കിലും എനർജീസ് മനസ്സിൽ നിങ്ങൾ ഒത്തിരി വിഷമത്തോടു കൂടി ഒത്തിരി എന്താ പറയുക ഒത്തിരി ലോവർ ഇമോഷൻസ് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കുറച്ച് പേർക്ക് റിലീസ് ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇമോഷനായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട്, നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള എനർജി എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്, എന്ത് എനർജി ആയിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അത് കുറച്ച് പേർക്ക് വ്യക്തമാകുന്നതായിട്ട്, അവിടെ ഒരു ബാലൻസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇമോഷൻസ് ഫേസ് ചെയ്യാനായിട്ട് ആ ഒരു എനർജി വരുന്ന സമയത്ത് പേടിച്ച് മാറിയിരിക്കാതെ അല്ലെങ്കിൽ നോ പറയാതെ കുറച്ചും കൂടെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു കറേജ് നിങ്ങളുടെ ഉള്ളിൽ, ആ ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഹാർട്ട് സ്പേസിൽ ഹീലിംഗ് വരുന്നതാണ്. കുറച്ചും കൂടെ എന്താ പറയുക, നിങ്ങളുടെ വർക്കിൽ ഒത്തിരി പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, കരിയറിൽ ഒത്തിരി അഭിവൃദ്ധി കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളിൽ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനായിട്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ സെൽഫ് വർത്ത് ഇഷ്യൂസിൽ മൂല്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഹീലിംഗ് വരുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത് ഈ ഒരു 7 of Cupsൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ആ ഒരു ഹീൽ ചെയ്യാതെ വിട്ടേക്കുന്ന പല എനർജീസാണ്. പല കാര്യങ്ങളെക്കുറിച്ചിട്ട് തിങ്ക് ചെയ്യുക, നിങ്ങൾ കുറച്ച് ബിസി ആയിട്ടിരിക്കുകയാണ് നിങ്ങളുടെ മൈൻഡിൽ. അത് കുറച്ചൊന്ന് ഹീൽ ചെയ്യുക. കുറച്ച് പേർക്ക് അത് നിങ്ങളുടെ ഷാഡോ ആണ്, അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് അത് വിക്ടിം മെൻറ്റാലിറ്റി ആയിരിക്കാം. ഓക്കെ, അതിൽ നിന്നിട്ട് ഞാനൊരു വിക്ടിമാണ്, എൻ്റെ ലൈഫിലാണ് പ്രോബ്ലംസ് ഉള്ളത്, ഓക്കെ, എന്നെ ആരും പരിഗണിക്കുന്നില്ല, ആ ഒരു എനർജി അവിടെ കുറച്ചൊരു ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, അതിൽ നിന്നും മാറിയിട്ട് എനിക്ക് ഹീലിംഗ് അവൈലബിൾ ആണ്, എനിക്ക് പ്രൊട്ടക്ഷൻ അവൈലബിൾ ആണ്, ഓക്കെ, എൻ്റെ ലൈഫിലും ശാന്തി, സമാധാനം, പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഞാൻ കൊടുക്കുന്ന എഫേർട്ടിന് അതിന് പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ ലഭിക്കുന്നതാണ്. ആ ഒരു എനർജിയിലിരിക്കാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ പേഴ്സണൽ പവർ, നിങ്ങളുടെ ആ ഒരു പവർ, ശക്തി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ലാക്ക് മെൻറ്റാലിറ്റി, വിക്ടിം മെൻറ്റാലിറ്റി, അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇത് വന്നിട്ട് നമ്മൾ തന്നെ അറിയാതെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ഡ്രാമയാണ്, സബ് കോൺഷ്യസ് എനർജിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അവെയർ അല്ല ഈ ഒരു എനർജിയെ കുറിച്ചിട്ട്, പക്ഷേ ഫ്രീക്വൻ്റ് ആയിട്ട് ആ ഒരു സ്റ്റോറി നമ്മളുടെ ഉള്ളിൽ റൺ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ പോസിറ്റീവ് അഫർമേഷൻ, പോസിറ്റീവ് എനർജിയിലിരിക്കുക, ഓക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ചും കൂടെ ഈ ഒരു ലാക്ക് മെൻറ്റാലിറ്റിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രണ്ട് കാര്യം കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം. നിങ്ങളുടെ ഷാഡോസ് മനസ്സിലാക്കുക, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എനർജി മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുന്ന സമയത്ത് അതിനെ അക്നോളജ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്രശ്നമുണ്ട്, ഇനി എൻ്റെ സൊല്യൂഷൻ എന്താണ്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ആ ഒരു എനർജി ചൂസ് ചെയ്യുക, അത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ഫ്രൈഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.
ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേയുടെ എനർജി എന്താണ്. നവംബർ 29 ഫ്രൈഡേയുടെ എനർജി എന്താണ്. പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. പൈൽ നമ്പർ 2. Seven of Pentacles, Knight of Swords, അതുപോലെ തന്നെ 6 of Cupsൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ടാകാം, ഒത്തിരി പേഷ്യൻസോടുകൂടി ഒത്തിരി സമാധാനമായിട്ട് ആ ഒരു എനർജിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകാം. അത് കുറച്ച് പേർക്ക് റിട്ടേൺ ആയിട്ട് വരുന്നതായിട്ട്, ഓക്കെ, നിങ്ങളുടെ ലൈഫിലോട്ട് റീ എൻട്രി നടത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും അവസരങ്ങളായിരിക്കാം, ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് നൈറ്റ് ഓഫ് സോഡ്സിൽ ഒത്തിരി ഫാസ്റ്റ് ആയിട്ടുള്ള എനർജിയാണ്, ഒത്തിരി ആക്ഷൻസ്, ഒത്തിരി പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു ദിവസമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും നടക്കാതെ പോയ എന്തെങ്കിലും കാര്യങ്ങൾ, ഓക്കെ, അതിന് വേണ്ടിയിട്ട് കുറച്ച് പേര് ട്രൈ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പാസ്റ്റിൽ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അവിടെ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചില്ല, പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ പ്രിപ്പയർ ചെയ്ത് കുറച്ചും കൂടെ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ രണ്ടാമത് നിങ്ങൾ ട്രൈ ചെയ്യുന്ന ഒരു എനർജിയും ആകാം. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കാം, പൈസ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റ്, എന്തെങ്കിലുമൊക്കെ എനർജി വരുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു ദിവസം വരുന്നുണ്ടാകാം. ബാക്കിൽ ഡെവിലാണ് വരുന്നത്. 7 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇന്ന് കുറച്ചൊന്ന് കെയർഫുൾ ആകേണ്ടത് നിങ്ങളുടെ ഇമോഷണൽ, വൈകാരികമായിട്ടുള്ള ആ ഒരു എനർജിയാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്റ്റക്കാണ്, നിങ്ങളൊരു എന്താ പറയുക, നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. അത് നിങ്ങളെ ഈ ഒരു സാഡ്നെസ്, ഈ ഒരു വിഷമം, ഒത്തിരി ഹെഡേക്ക്, ഒത്തിരി സ്ട്രെസ്സിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ മനസ്സിലാക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല, ഒത്തിരി കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ഒത്തിരി തട്ടിപ്പിൻ്റെ എനർജി, അല്ലെങ്കിൽ ഒത്തിരി ടോക്സിക് ആയിട്ടുള്ള എനർജി, സത്യം പറയാതിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഒരു ടെൻഷനാണ് ആ ഒരു എനർജി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ. അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട്, ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് എന്നും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, എന്നും നിങ്ങൾ എന്താ പറയുക ചിന്തിക്കുന്ന രീതികളായിരിക്കാം, അതിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് എനിക്കെന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതാണ്, കുറച്ചുകൂടെ ഹോപ്പ് കൊണ്ടുവരുന്നതാണ്, കുറച്ചും കൂടെ കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ജഡ്ജ്മെൻറ്റ് എനർജി ആയിരിക്കാം. ഓക്കെ, അതിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട്, ആ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഈ ഒരു എനർജീസ് ഈ ഒരു ദിവസം കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുക. നിങ്ങൾക്ക് ഇത് മറികടക്കാനായിട്ട് ഒരു പാത്ത്, ഒരു ഓപ്പർച്യൂണിറ്റി ഓൾറെഡി അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അതിൻ്റെ സൊല്യൂഷൻസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ്, അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വാഹനം മാറ്റി വാങ്ങാനായിട്ടായിരിക്കാം, എന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഹാർഷായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ, സഡനായിട്ട് പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ എനർജീസ് വരുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അതും കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്. ഒൺലി തിങ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊന്ന് കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും വേണ്ടാത്ത ഫോൺ കോൾസ്, എന്തെങ്കിലുമൊക്കെ തട്ടിപ്പിൻ്റെ എനർജി വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അവെയർ ആയിട്ടിരിക്കുക, അതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ഫ്രൈഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.